വെൽക്കം ടു 70 മിറക്കിൾസ് ചാനൽ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങളെ അളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ശ്രദ്ധിക്കൂ, നമ്മുടെ വ്യക്തിത്വം എന്നത് നാം സംസാരിക്കുന്ന വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ചലനത്തിലും ഓരോ നിമിഷത്തെ മൗനത്തിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ലോകം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഞാൻ തരാം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ സത്യങ്ങൾ തിരിച്ചറിയാനേ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നാം ഒരാളുമായി ആദ്യമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നാം പോലും അറിയാതെ മറ്റൊരാൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നോ? അത് നമ്മുടെ കണ്ണുകളുമായുള്ള ബന്ധമാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുന്നുണ്ടോ, അതോ വെറുതെ ഒഴിഞ്ഞു മാറുന്നുണ്ടോ? ഓർക്കുക, സ്ഥിരമായ എന്നാൽ മൃദുവായ കണ്ണിൻ്റെ നോട്ടം ആത്മവിശ്വാസവും സത്യസന്ധതയും ആ വിഷയത്തിലുള്ള നിങ്ങളുടെ താല്പര്യവുമാണ് വിളിച്ചോതുന്നത്. കണ്ണു മാറ്റുന്നത് ആകർഷണീയത ഇല്ലായ്മ അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ എന്തോ ഉണ്ടെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയേക്കാം. ഇത് കേവലം ഒരു നോട്ടമല്ല, നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ പുഞ്ചിരിയുടെ ശക്തി. ഒരു നിമിഷത്തെ ആത്മാർത്ഥമായ പുഞ്ചിരിക്ക് 1000 വാക്കുകളേക്കാൾ വേഗത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നിങ്ങളുടെ പുഞ്ചിരി ഫേക്കാണോ അതോ ഹൃദയത്തിൽ നിന്നുള്ളതാണോ എന്നും ആളുകൾ വേഗത്തിൽ തിരിച്ചറിയും. നിങ്ങൾ എപ്പോഴും ചിരിക്കണമെന്നല്ല, എന്നാൽ സൗഹൃദപരവും ആത്മാർത്ഥവുമായ ഒരു പുഞ്ചിരി നിങ്ങൾ എത്രത്തോളം സൗമ്യനും അപ്രോച്ചബിൾ വ്യക്തിയുമാണെന്ന് മറ്റുള്ളവർക്കൊരു സൂചന നൽകും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ പൂർണ്ണമായും മാറ്റിമറിക്കാൻ. ബോഡി ലാംഗ്വേജ് ആൻഡ് പോസ്ചർ. നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം ലോകത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു മുറിയിൽ ഇരിക്കുന്നതോ നടക്കുന്നതോ ആയ രീതി ശ്രദ്ധിക്കുക. തൂങ്ങിയിരിക്കുന്ന തോളുകൾ, കൂനിക്കൂടിയുള്ള ഇരിപ്പ്, ഇതൊക്കെ എന്ത് സൂചനയാണ് നൽകുന്നത്? എനിക്ക് ആത്മവിശ്വാസമില്ല, ഞാൻ ടയേർഡാണ്, എനിക്ക് ഒന്നിനും താല്പര്യമില്ല എന്നല്ലേ? എന്നാൽ നിവർന്നു നിൽക്കുക, തോളുകൾ പിന്നോട്ട് വലിക്കുക, തല ഉയർത്തിപ്പിടിക്കുക. ഈ ഒരു മാറ്റം മതി മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ മാറാൻ. ഇതൊരു അഭിനയമല്ല, നിങ്ങൾ സ്വയം നൽകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ കൈകൾ കെട്ടിയിരിക്കുന്നത്, കാലുകൾ എങ്ങനെ വെച്ചിരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം ചലിക്കുന്നു, ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും മറ്റുള്ളവർ ശ്രദ്ധിക്കും. കൈകൾ കെട്ടിയിരിക്കുന്നത് ഒറ്റപ്പെടൽ, പ്രതിരോധം എന്നിവയുടെ സൂചന നൽകാം. എന്നാൽ തുറന്ന കൈകളും സംഭാഷണത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായ ചലനങ്ങളും നിങ്ങളിൽ തുറന്ന മനസ്സുള്ള സത്യസന്ധനായ വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരിൽ വിശ്വാസമുണ്ടാക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഇരിപ്പും നടപ്പും ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ആന്തരിക ശക്തിയുടെ ബാഹ്യപ്രകടനമാകട്ടെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്. ടോൺ ഓഫ് വോയിസ് ആൻഡ് വേർഡ് ചോയ്സ്. നമ്മൾ സംസാരിക്കുന്നത് എന്താണ് എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടോൺ മറ്റുള്ളവർ നിങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം വ്യക്തമാണോ അതോ വിറയ്ക്കുന്നുണ്ടോ? വളരെ മൃദുവായി സംസാരിക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമായി കണക്കാക്കാം. എന്നാൽ അമിതമായി സംസാരിക്കുന്നത് ആധിപത്യത്തിൻ്റെ സൂചന നൽകിയേക്കാം. ഒരു മിതമായ, വ്യക്തമായ, ഊഷ്മളമായ ശബ്ദമാണ് ഏറ്റവും ആകർഷകമായത്. ഇത് നിങ്ങൾ ശാന്തനും നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തതയുള്ള ഒരു വ്യക്തിയുമാണ് എന്ന് സൂചിപ്പിക്കും. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സോറി പറയുന്നുണ്ടോ അതോ എനിക്ക് കഴിയും, ഞാൻ ചെയ്യാം എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ? ആളുകൾ നിങ്ങളുടെ ഭാഷയിൽ ശ്രദ്ധിക്കുകയും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ അളക്കുകയും ചെയ്യും. നിങ്ങളൊരു നല്ല കേൾവിക്കാരനാണോ അതോ സംസാരിക്കാൻ മാത്രം കാത്തിരിക്കുന്ന ആളാണോ? കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ മറ്റൊരാൾക്ക് ചെവി കൊടുക്കുന്നതിലൂടെ നിങ്ങൾ അയാളുടെ ബഹുമാനവും സൗഹൃദമാണ് നേടുന്നത്. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വികാരങ്ങളുടെ ഒരു വാഹകന. ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എനർജി ആൻഡ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. അതാ നിങ്ങളുടെ എനർജി. ഇത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിലോ നിങ്ങളുടെ രൂപത്തിലോ ഒതുങ്ങുന്നതല്ല. നിങ്ങൾ കൊണ്ടുവരുന്ന പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മനോഭാവമാണ് മറ്റുള്ളവർ നിങ്ങളിൽ ആദ്യം ശ്രദ്ധിക്കുന്നത്. എപ്പോഴും പരാതി പറയുന്ന ഒരാളാണോ അതോ പ്രതിസന്ധികളിലും പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മനോഭാവം മറ്റുള്ളവരിലേക്ക് പകരും. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ആ ഊർജം ചുറ്റുമുള്ളവരിലേക്കും എത്തും. നിങ്ങൾ സങ്കടത്തിലാണെങ്കിൽ അതും അവർക്ക് അനുഭവപ്പെടും. ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന മനോഭാവത്തോടെ നിങ്ങൾ വരുമ്പോൾ അത് ആത്മവിശ്വാസത്തെയും കഴിവുകളെയും സൂചിപ്പിക്കും. നിങ്ങൾ എത്രത്തോളം എനർജറ്റിക് ആണ്, എത്രത്തോളം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നതിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഈ എനർജിയാണ് പലപ്പോഴും നിങ്ങളുടെ അവസരങ്ങൾ തീരുമാനിക്കുന്നത്. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക.
വലിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും, എന്നാൽ ചെറിയ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനമാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം വിളിച്ചോതുന്നത്. നിങ്ങളുടെ വസ്ത്രധാരണത്തിലെ വൃത്തി, നിങ്ങളുടെ ചെരുപ്പ് എത്രത്തോളം വൃത്തിയായിരിക്കുന്നു, നിങ്ങളുടെ മുടിയുടെ വൃത്തി, കൈകളിലെ നഖങ്ങളുടെ വൃത്തി, ഇത് നിങ്ങളുടെ പണത്തെക്കുറിച്ചല്ല, നിങ്ങൾ സ്വയം എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം അച്ചടക്കമുള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്കൊരു സൂചന നൽകും. ഒരു കഫേയിലെ വെയിറ്ററോടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോടോ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, ഇതാ മറ്റൊരു പ്രധാന ഘടകം. ഉയർന്ന പദവിയിലുള്ളവരോട് എല്ലാവരും മാന്യമായി തന്നെയാണ് പെരുമാറുന്നത്, എന്നാൽ നമ്മേക്കാൾ താഴ്ന്ന സ്ഥാനത്തുള്ളവരോട് നമ്മൾ കാണിക്കുന്ന മര്യാദ, നമ്മുടെ കരുണ, വിനയം, മനുഷ്യത്വം എന്നിവയാണ് അളക്കുന്നത്. ആളുകളോട് നിങ്ങൾ പെരുമാറുന്ന രീതി നിങ്ങളുടെ സ്വന്തം നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരാളോട് നിങ്ങൾ മാന്യത കാണിക്കുമ്പോൾ ആ മാന്യതയാ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾ കുറിച്ചിടുന്നത്. ജീവിതത്തിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതാ ആളുകൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തനാകുന്നുണ്ടോ, അതോ ശാന്തതയോടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണത്തിൻ്റെ താളം മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ അതേപോലെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിമയാണ് എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. എന്നാൽ ശാന്തമായി വിവേകത്തോടെ പ്രതികരിക്കുന്നത് നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എന്ന സൂചന നൽകും. അതുപോലെ അതിരുകളുടെ ബഹുമാനം. മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അനാവശ്യമായി ഇടപെടുന്നുണ്ടോ, അതോ അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ഇഷ്ടക്കേടുകളെയും നോ എന്ന വാക്കിനെയും നിങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ പക്വത ഒളിഞ്ഞിരിക്കുന്നത്. ആളുകൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ അവരുടെ വ്യക്തിപരമായ അതിരുകളെ നിങ്ങൾ ബഹുമാനിച്ചേ മതിയാവൂ. ഒരു പരിധി വിട്ടുള്ള സംസാരവും ഇടപെടലുകളും നിങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ നൽകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ചർച്ച ചെയ്തത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ അളക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ നോട്ടം, ബോഡി ലാംഗ്വേജ്, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിയുടെ പ്രതിഫലനമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കൂ, ഈ മാറ്റങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നവയല്ല. ഇത് ബോധപൂർവമായ ഒരു യാത്രയാണ്. ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വ്യാജമായി ചെയ്യാൻ ശ്രമിക്കരുത്. അത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടും. നിങ്ങൾ ആരാണോ ആ വ്യക്തിയായിരിക്കുക, എന്നാൽ ആ വ്യക്തിയുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുക. അതായത് നിങ്ങളുടെ ഓതൻറ്റിസിറ്റി നിലനിർത്തിക്കൊണ്ട് ഈ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ഈ ലോകം നിങ്ങളിൽ കാണുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. എന്നു മുതൽ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. നിങ്ങൾ അതിന് പ്രാപ്തനാണ്, കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിന് ആവശ്യമുള്ള അതുല്യ വ്യക്തിത്വങ്ങളാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് accept the miracles right now.